നമസ്കാരം. ലോകത്തെ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് ഇറാൻ ഇസ്രയേൽ സംഘർഷം 6ാം ദിവസവും തുടരുകയാണ്. കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇരു രാജ്യങ്ങളും പരസ്പരം മിസൈൽ ആക്രമണം നടത്തി വരുന്നുണ്ട്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനി യുദ്ധകാഹളം മുഴക്കിയിരിക്കുകയാണ്. യുദ്ധം ആരംഭിക്കുന്നു എന്നായിരുന്നു ഖമനിയുടെ സമൂഹ മാധ്യമത്തിലെ കുറിപ്പ്. ഭീകരരായ സയനിസ്റ്റ് സമൂഹത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്നും സയനിസ്റ്റുകളോട് ഒരു ദയയും കാണിക്കില്ലെന്നും അദ്ദേഹം പറയുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിന് പിന്നാലെയാണ് നയം വ്യക്തമാക്കിക്കൊണ്ട് യുദ്ധം ആരംഭിച്ചു എന്ന മറുപടിയുമായി ആയത്തുള്ള അലി ഖമനി രംഗത്തെത്തിയത്. ഖമനി എവിടെയാണ് ഉള്ളതെന്നും US അറിയാമെന്നും എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തെ വധിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുമാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ഇറാൻ നിരുപാധികം കീഴടങ്ങണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. അതിനിടെ ഇസ്രയേലിന്റെ ആക്രമണം ശക്തമായ സാഹചര്യത്തിൽ ഭൂഗർഭ ബങ്കറിലേക്ക് മാറിയ ആയത്തുള്ള അലി ഖമനി ഇറാൻ സൈന്യത്തിന് അധികാരങ്ങൾ കൈമാറിയതായും റിപ്പോർട്ടുകളുണ്ട്. US ഭീഷണിയും ഇസ്രയേലിന്റെ ആക്രമണവും തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഇറാന്റെ പരമോന്നത നേതാവ് തന്റെ സുപ്രധാന അധികാരങ്ങൾ ഇറാൻ സൈന്യത്തിന്റെ സുപ്രീം കൗൺസിലിന് കൈമാറിയെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ടെൽ അവീവ് ഉൾപ്പെടെ ലക്ഷ്യമിട്ട മിസൈൽ വർഷം ഇസ്രയേൽ വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിനെ തടയാനായില്ല എന്നും ഇറാനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അവകാശപ്പെട്ടു. ടെഹ്റാൻ ലക്ഷ്യമിട്ട് പുതിയ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതിനും ഇസ്രയേൽ പ്രതിരോധ സേന വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലേക്കും ബ്രിട്ടനും അമേരിക്കയും കൂടുതൽ യുദ്ധവിമാനങ്ങൾ അയച്ചെന്ന റിപ്പോർട്ടുകൾ. ഹൈഫയിൽ ടെൽ അവീവുമുള്ള ജനങ്ങളിലേക്ക് ഒഴിഞ്ഞു പോകാൻ ഇറാൻ സൈനിക മേധാവി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ടെൽ അവീവിലെ മൊസാദ് കേന്ദ്രം ആക്രമിച്ചതെന്നും ഇറാൻ അവകാശപ്പെട്ടു. അമേരിക്കയിൽ നിന്നും ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇസ്രയേൽ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രയേലിനെതിരെയുള്ള പോരാട്ടത്തിൽ ഇറാനെ പിന്തുണയ്ക്കുമെന്നും ഹൂതികൾ അറിയിച്ചു. ടെഹ്റാനിൽ ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ തുടരുന്നുവെന്നാണ് ഇസ്രയേലിന്റെ അവകാശവാദം. കഴിഞ്ഞ ദിവസമാണ് ഖമീനിയും കുടുംബാംഗങ്ങളും വടക്കുകിഴക്കൻ ടെഹ്റാനിലെ ബങ്കറിലേക്ക് മാറിയതെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. അതേസമയം വിശ്വസ്തരായ സൈനിക കമാൻഡർമാർ ഉൾപ്പെടെ ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതോടെ ആയത്തുള്ള അലി ഖമീനി ഒറ്റപ്പെട്ട അവസ്ഥയിലാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. കഴിഞ്ഞ ദിവസം ഇറാന്റെ മുതിർന്ന സൈനിക കമാൻഡറായ അലി ഷാദ്മഗനിയെ വധിച്ചതായും ഇസ്രയേൽ അവകാശപ്പെട്ടിരുന്നു. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിന്റെ ഉന്നത കമാൻഡർമാർ അടക്കം ഇസ്രയേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഇറാന്റെ നേതൃത്വത്തിൽ വലിയ ശൂന്യതയാണ് സൃഷ്ടിച്ചിരിക്കുന്നുവെന്നും റിപ്പോർട്ടുകളിലുണ്ടായിരുന്നു.